Hello friends, welcome to Electron College. We will discuss the control system questions. We will discuss the continuation topics. We will discuss questions. Okay. Next question. The transfer function of a linear time invariant system is given as g of s equal to 1 divided by s square plus 3s plus 2. That is the transfer function. The steady state value of the output of the system for a unit impulse input or unit impulse input applied at a time instant t equal to 1. T equal to 1 or unit impulse input apply ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും steady state value എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ പ്രോബ്ലത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ് കാണുന്നത്, അതായത് ഫൈനൽ വാല്യൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതോടെ നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് വരുന്ന പ്രോബ്ലങ്ങളിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് നമുക്കറിയാം. 1 എപ്പോഴാണ് 1 ടി ഈക്വൽ ടു 0 നമ്മൾ കണ്ടിട്ടില്ലേ, 0 ആകുമ്പോഴാണ് ആക്സിസിൽ 1 ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് അല്ലേ. ബാക്കി എല്ലാ സമയത്തും എന്താണ് 0 ആണ് അല്ലേ, 0 ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ഡോ ഓഫ് ടി അല്ല, അറ്റ് ടൈം ടി ഈക്വൽ ടു 1, അതായത് ഡോ ഓഫ് ടി മൈനസ് 1 ആണ്. നമ്മളിങ്ങനെ ഇക്വേഷൻ കിട്ടുന്ന ടൈം അപ്ലൈ ചെയ്യുകയാണ്, ഒരു ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 ടൈം അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഡോ ഓഫ് ടി മൈനസ് 1 ആണ്. ഓക്കെ, ടൈം 1 എന്ന് പറഞ്ഞാൽ ഡോ ഓഫ് ടി മൈനസ് 1 ആണ്. അപ്പോൾ ഡോ ഓഫ് ടി മൈനസ് 1 നമുക്ക് ഇവിടെ ഇൻപുട്ട് കിട്ടണം, അതിൽ ഔട്ട്പുട്ട് കിട്ടണം, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഡോ ഓഫ് ടി എപ്പോഴാണ് 1 ആവുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഡോ ഓഫ് ടി എപ്പോഴാണ് 1 ആവുന്നത്? അറ്റ് ടി ഈക്വൽ ടു 1. കാരണം നിങ്ങളിവിടെ 1 അപ്ലൈ ചെയ്യൂ, ഇവിടെ 1 അപ്ലൈ ചെയ്താൽ ഡോ ഓഫ് 1 മൈനസ് 1, അതായത് ഡോ ഓഫ് 0. ഡോ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1. ക്ലിയർ? അപ്പം 1 കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ഡോ ഓഫ് ടി മൈനസ് 1 എന്ത് കിട്ടുന്നത്? നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നേരത്തെ ഡോ ഓഫ് 0 നിങ്ങൾക്ക് 1 കിട്ടിയിരുന്നു. അതുപോലെ ഡോ ഓഫ് ടി ഈക്വൽ ടു 1 1 കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? ഡോ ഓഫ് ടി മൈനസ് 1 ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ അത്തരത്തിലാണ് നിങ്ങളുടെ ഫംഗ്ഷൻ വരേണ്ടത്. അപ്പോൾ ആ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ ഡെഫിനേഷൻ അറിയണം. എന്താണ് നമ്മുടെ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ? ഒരു സാധാരണ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡോ ഓഫ് ടി ഡി ടി ഈക്വൽ ടു 1. ഡോ ഓഫ് ടി ഡി ടി ഈക്വൽ ടു 1, ഇതാണ് നമ്മുടെ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ വരുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് യു ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ഇപ്പോൾ നമുക്ക് 0 ആണ് നമ്മൾ ടൈം കൊടുക്കുന്നതെങ്കിൽ നമുക്കത് 0 ടു ഇൻഫിനിറ്റി ഡോ ഓഫ് ടി ഡി ടി ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഇവിടെ 0 ടു ഇൻഫിനിറ്റി യു ഓഫ് എസ് നമ്മൾ ഇൻപുട്ടാണ് എടുക്കുന്നത്. അപ്പോൾ യു ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡോ ഓഫ് ഇൻപുട്ട് ഏതാ? ടി മൈനസ് 1 ഡോ ഓഫ് ടി മൈനസ് 1. ഓക്കെ, നമ്മൾ യു ഓഫ് എസ് എഴുതുന്നതിന് മുന്നേ നമ്മൾ യു ഓഫ് ടി ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് നമ്മൾ യു ഓഫ് ടി ആണ് നമ്മൾ ഇവിടുത്തെ ഇമ്പൾസ് ഫംഗ്ഷനാക്കി എടുത്തിരിക്കുന്നത്. ശരിയല്ലേ? യു ഓഫ് ടി ഈക്വൽ ടു അല്ലെങ്കിൽ യു ഓഫ് ടിനെയാണ് നമ്മൾ ഡോ ഓഫ് ടി ഈക്വൽ ടു 1 0 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. യു ഓഫ് എസിലേക്ക് മാറ്റുമ്പോൾ യുവർ ഇക്വേഷൻ വിൽ ബി, ഇക്വേഷൻ നോട്ട് ചെയ്യുക. ഇതാണ് അവിടെ 0 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത്. ഇതല്ല ഈ പറഞ്ഞിരിക്കുന്നത്, ഇനി എഴുതാൻ പോകുന്നതാണ്. ഡോ ഓഫ് ടി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നുള്ളതാണ് ഇക്വേഷൻ. ക്ലിയർ? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡോ ഓഫ് ടി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇത് 0 ടു ഇൻഫിനിറ്റിയിലേക്ക് ആകുമ്പോൾ ഈ ഇക്വേഷനാണ് നിങ്ങൾ ഓർക്കുന്നത്. ഡോ ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നാണ്. അതിന് വേറെ ഡോ ഓഫ് ടി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ,
അപ്പം ഇവിടുന്ന് ഇതിന്റെ ഉത്തരം എങ്ങനെ കിട്ടും? നമുക്കറിയാം ഇന്റഗ്രൽ 0 to infinity ഡോ ഓഫ് ടി മൈനസ് 1 ഡി ടി, അതായത് ഇന്റഗ്രൽ 0 to infinity ഡോ ഓഫ് ടി മൈനസ് 1 ഡി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്നല്ലേ. അതിൽ ഈ ടെർമിനോളജിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടു? 1. അപ്പോൾ 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ആണ് നമ്മുടെ യു ഓഫ് എസ്. അതായത് നിങ്ങളൊരു യൂണിറ്റ് ഇമ്പൾസ് ടി ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടി ഈക്വൽ ടു 1 അല്ല, ജനറലി പറയുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ടി ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് ടി. അതായത് നിങ്ങളിവിടെ ടി 1 കൊടുക്കുക, അറ്റ് ടി ഈക്വൽ ടു 1 അല്ലേ, ടി 1 കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എസ് ഇൻറ്റു 1, അതായത് ഇ റേസ് ടു മൈനസ് എസ്. ക്ലിയർ? അതായത് പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇമ്പൾസ് ഫംഗ്ഷൻ ടി ഈക്വൽ ടു 1 കൊടുത്താൽ നിങ്ങളുടെ എസ് ട്രാൻസ്ഫോമറിലെ ഉത്തരം ഇ റേസ് ടു മൈനസ് എസ് ആണ്. സിഗ്നൽസ് ആണ്, അതുകൊണ്ട് സിഗ്നൽസ് എടുക്കുമ്പോൾ ഞാൻ ക്ലിയർ ആക്കാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, നിങ്ങൾ യൂണിറ്റ് ഇമ്പൾസ് ടി ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് വിൽ ബി ഇ റേസ് ടു മൈനസ് എസ്. ഇനി നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ടി ഈക്വൽ ടു 2 കൊടുത്തോ, ടി കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ ഒരു മൈനസ് 2s. ടി ഈക്വൽ ടു 3 കൊടുക്കും, ടി ഈക്വൽ 3 കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് 3s. അത്തരത്തിലാണ് ആ ഫംഗ്ഷൻ അങ്ങനെ അങ്ങ് പോകുന്നത്. ക്ലിയർ? അപ്പോൾ അതായത് പറഞ്ഞു വരുന്ന പോയിന്റ്, if you are giving a unit impulse input at t equal to 1 e raised to minus s, t equal to 2 e raised to minus 2s, 3 or e raised to minus 3. അതായത് ജനറലി പറയുകയാണെങ്കിൽ u of s will be e raised to minus st. ക്ലിയർ? യുവർ ഡോ ഓഫ് ടി മൈനസ് 1 ഈക്വൽ ടു ഇ raised to minus st. ക്ലിയർ? ഇനി അത് നിങ്ങൾക്ക് ഓരോ സമയത്ത് നിങ്ങൾക്ക് ടി 1 കൊടുക്കണം, ടി 1 കൊടുക്കാം, ടി കൊടുക്കാം. അപ്പം ഡോ ഓഫ് ടി മൈനസ് 1 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ്, ടി മൈനസ് 2 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2s. ഇനി നിങ്ങൾ റിലേഷൻ പഠിച്ചാലും മതി, സിഗ്നൽസ് എടുക്കുമ്പോൾ ക്ലിയർ ആക്കി തരാം. ഇനി നിങ്ങൾ റിലേഷൻ പഠിച്ചാലും മതിയാവും. ക്ലിയർ? അപ്പോൾ അത് പ്രകാരം നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ ആ ജി ഓഫ് എസിനെ നമ്മൾ സപ്പോസ് വൈ ഓഫ് എസ് ബൈ യു ഓഫ് എസ് എന്നുള്ള ലെവലിൽ എടുക്കുന്നു. സോ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈ ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇൻറ്റു യു ഓഫ് എസ്. ശരിയല്ലേ? അപ്പം നമുക്കറിയാം യു ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഡോ ഓഫ് ടി മൈനസ് 1 ആയിരുന്നു. അപ്പോൾ യു ഓഫ് എസ് എത്രയായിരുന്നു? ഇ റേസ് ടു മൈനസ് എസ്. അപ്പോൾ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്. അപ്പം ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വൈ ഓഫ് എസ്. നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ, അതായത് ഫൈനൽ വാല്യൂ ആണ് കാണേണ്ടത്. സോ ഫൈനൽ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? വൈ ഓഫ് ടി വിൽ ബി വൈ ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടെൻസ് ടു ഇൻഫിനിറ്റി വിൽ ബി എസ് ഇൻറ്റു വൈ ഓഫ് എസ്. ലിമിറ്റ് വേണം, ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു വൈ ഓഫ് എസ്. അപ്പോൾ എസ് ഇൻറ്റു വൈ ഓഫ് എസ് എത്രയാണ്? 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എസ്. ഏത് ലിമിറ്റ് എസ് ടെൻസ് ടു 0. എസ് ഇവിടെ പുട്ട് ചെയ്യുമ്പോൾ യുവർ ആൻസർ വിൽ ബി 0. ക്ലിയർ? യുവർ ആൻസർ വിൽ ബി 0. ഇത്തരത്തിലാണ് നമ്മളൊരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്രോച്ച് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇങ്ങനെ വേണം നമ്മൾ ആ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാൻ. ഇ റേസ് ടു മൈനസ് എസ് ആ ഇമ്പൾസ് വരുന്ന കാര്യം അപ്പം കൂടുതലായിട്ട് നമുക്ക് അത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇറ്റ് വിൽ ബി ബെറ്റർ. Then next, a unity feedback control system has an open loop transfer function g of s equal to k divided by s into js plus b. Okay, transient response specification which is not affected by system gain variation. Okay, ഇത് നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അത് ആക്ച്വലി ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് സിസ്റ്റത്തിന് ഗെയിനിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഗെയിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സാധനം എന്ന് പറഞ്ഞാൽ സെറ്റിലിംഗ് ടൈം മാത്രമാണ്. ഓക്കെ, ഗെയിൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റിലിംഗ് ടൈം മാത്രമാണ്. ഓക്കെ, അതായത് ബാക്കി എല്ലാ ടെർമിനോളജികളും നമുക്ക് ഗെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗെയിൻ അനുസരിച്ചിട്ട് മാറുന്നതാണ് ബാക്കി എല്ലാ ടൈമും. പക്ഷെ സെറ്റിലിംഗ് ടൈമിൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാവും 1 ബൈ ഡോ ഒമേഗ എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അതായത് അവിടെ വേറെ എക്സ്ട്രാ ടേമുകളൊന്നും വരുന്നില്ല. ചെയ്ത് നോക്കേണ്ട കാര്യം കൂടി ഇല്ല. കാരണം ഡോ ഒമേഗ മാത്രമല്ല, ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യങ്ങളും അവിടെ വരുന്നില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക,
സിസ്റ്റം ഗെയിനെ അഫക്റ്റ് ചെയ്യാത്തൊരു ടേമേ ഉള്ളൂ, അതാണ് നമ്മുടെ ഇത് സെറ്റിലിംഗ് ടൈം. കാരണം നമ്മുടെ സ്പീഡ് ഓഫ് റെസ്പോൺസിനെ കുറിച്ച് പറയുന്നതാണ്, ആക്ച്വലി എത്ര സ്പീഡിൽ നമ്മൾ സെറ്റിൽ ആവുന്നു എന്നുള്ള പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റി ഫീഡ്ബാക്ക് വിത്ത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ 20 divided by s into s plus 5 is excited by a unit step input. How much time will be required for the response to settle within 2% of its desired value? Desired value ന്റെ 2% സെറ്റിൽ ആവാൻ എടുക്കുന്ന ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര ടൈം കൊണ്ട് അത് 2% ഫൈനൽ ഡിസൈഡ് വാല്യൂ സെറ്റിൽ ആവും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ ഉത്തരം എങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാദ്യം ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ് വരിക? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ വരിക? g(s) ഡിവൈഡഡ് ബൈ 1 പ്ലസ് g(s). കാരണം യൂണിറ്റി ഫീഡ്ബാക്ക് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 1 പ്ലസ് g(s) ഈക്വൽ ടു 0, അതായത് 1 പ്ലസ് 20 ബൈ s ഇൻറ്റു s പ്ലസ് 5 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 20 ഈക്വൽ ടു 0. ക്ലിയർ? ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് അനലൈസ് ചെയ്യാം. ഒമേഗ n എന്താണ്? √20 ആണ്, ശരിയല്ലേ. അതുപോലെ തന്നെ 2 ഡോ ഒമേഗ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പം അവർ ചോദിച്ചിരിക്കുന്നത് എത്ര? 2% ഫൈനൽ ഡിസൈഡ് വാല്യൂവിൻ്റെ റെസ്പോൺസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര ടോളറൻസ് വരെ അവർ അനുവദിക്കുന്നുണ്ട്? 2% ടോളറൻസ് വരെ. അപ്പോൾ 2% ടോളറൻസ് വരെയുള്ള സെറ്റിലിംഗ് ടൈം എങ്ങനെയാണ്? 4 ബൈ ഡോ ഒമേഗ n അല്ലേ. അപ്പം യു ക്യാൻ റൈറ്റ് 4 ഡിവൈഡഡ് ബൈ ഡോ ഒമേഗ n. ഇതിൻ്റെ അകത്ത് എത്ര കിട്ടും? ഇറ്റ് വിൽ ബി 5 ബൈ 2. സോ 5 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ ഇറ്റ് വിൽ ബി 8 ബൈ 5. 8 ബൈ 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.6. സോ 1.6 സെക്കൻഡ്സ് ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മൾ ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. എത്ര ടൈം എന്ന് വെച്ചാൽ നമ്മൾ സെറ്റിലിംഗ് ടൈം ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഗിവൺ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g(s) ഈക്വൽ ടു 121 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 13.2s പ്ലസ് 121. ഓക്കെ, അപ്പം ഇവിടെയും നമുക്ക് ഈ ഡാമ്പിങ്ങിൻ്റെ കാര്യം സെറ്റിലിംഗ് ടൈമാണ് കാണേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ? ഇവിടെ s സ്ക്വയർ പ്ലസ് 13.2s പ്ലസ് 121 ഈക്വൽ ടു 0, അതായത് ഇവിടെ ഒമേഗ n സ്ക്വയർ എത്രയാണ്? 121, അതായത് ഒമേഗ n എത്രയാണ്? 11. 2 ഡോ ഒമേഗ n എത്രയാണ്? 13.2. അപ്പോൾ ഡോ ഒമേഗ n വിൽ ബി ഈക്വൽ ടു 6.6, ശരിയല്ലേ. ഒമേഗ n നമുക്കറിയാം 11, അപ്പോൾ ഡോ വിൽ ബി ഈക്വൽ ടു 6.6 ഡിവൈഡഡ് ബൈ 11, അതായത് ഇറ്റ് വിൽ ബി അറൗണ്ട് 0.6. അതായത് ഡോ എന്താണ് നമ്മളോട് അനലൈസ് ചെയ്യാൻ പറഞ്ഞ? ഡാമ്പിംഗ് ആണ്. ഡോ എന്താണ്? ലെസ് ദാൻ 1 അല്ലേ. ലെസ് ദാൻ 1 ആകുമ്പോൾ എന്തായിരിക്കും? അണ്ടർ ഡാംപ്ഡ് ആയിരിക്കും. ലെസ് ദാൻ 1 ആകുമ്പോൾ അണ്ടർ ഡാംപ്ഡ്. ഇനി സെറ്റിലിംഗ് ടൈം വേറെ നിങ്ങളോടൊന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2% ടോളറൻസ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 ഡിവൈഡഡ് ബൈ ഡോ ഒമേഗ n, യുവർ ആൻസർ വിൽ ബി 4 ഡിവൈഡഡ് ബൈ 6.6. 4 divided by 6.6 is 0.606. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഉത്തരം വരിക. അണ്ടർ ഡാംഡ് അറ്റ് ദ സെയിം ടൈം സെറ്റിലിംഗ് ടൈം 0.60 അല്ലെങ്കിൽ 0.6 എന്നുള്ള ഉത്തരമാണ് വരുന്നത്. ക്ലിയർ? അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൺട്രോൾ സിസ്റ്റം വിത്ത് സർട്ടൻ എക്സൈറ്റേഷൻ is governed by the following mathematical equation: d square x by dt square plus half dx by dt plus 1 by 18x equal to 10 plus 5 into e raised to minus 40 plus 2 into e raised to minus 5t. ഓക്കെ, ഇവിടെ കാണേണ്ടത് നമ്മുടെ നാച്ചുറൽ ടൈം കോൺസ്റ്റൻറ്റുകളാണ് കാണേണ്ടത്. ടൈം കോൺസ്റ്റൻറ്റുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കോൺസ്റ്റൻറ്റുകൾ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം. അതായത് ടൈം കോൺസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്
ടൈം കോൺസ്റ്റന്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ യുവർ പോൾസ് ഫ്രം യുവർ ഇമാജിനറി ആക്സിസ് അല്ലേ. ഇതാണ് നമ്മുടെ ടൈം കോൺസ്റ്റന്റ്. നമുക്കിത് വരച്ച് നോക്കണമെന്നില്ല, നമുക്ക് ഇത് അല്ലാതെ നമുക്കിത് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്ലി നമ്മൾ ഇക്വേഷൻ എഴുതുക. എക്സ് സ്ക്വയർ ഓഫ് എസ് പ്ലസ് ഹാഫ് എക്സ് ഓഫ് എസ് പ്ലസ് 1/18 ഈക്വൽ ടു നമ്മുടെ ടൈം അല്ലേ. ടൈം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ ടൈം കോൺസ്റ്റന്റ് കാണാൻ ആരുടെ സഹായം മാത്രമേ വേണ്ടൂ? പോൾസിൻ്റെ സഹായം മാത്രമേ വേണ്ടൂ. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 1 നിർത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എക്സ് ഓഫ് എസ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് തന്നെ എഴുതാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ പറയുക? 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് s/2 s ഇൻറ്റു എക്സ് ഓഫ് എസ് അല്ലേ. അപ്പോൾ s/2 പ്ലസ് 1/18 അല്ലേ. നമ്മൾ ടൈം കോൺസ്റ്റന്റ് ഒക്കെ കാണുന്ന ഡിപ്പെൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ടൈം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ മാത്രമേ ഉള്ളൂ? പോൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ന്യൂമറേറ്റർ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകളിൽ പിന്നെയും നമ്മൾ ഇതിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതായത് നമുക്ക് ആ പോൾസിന് എന്ത് വരുന്നു എന്ന് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പോൾസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കൊന്നുകൂടി നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ ടി ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 18s സ്ക്വയർ പ്ലസ് 9s പ്ലസ് 1. അതായത് 18 ഡിവൈഡഡ് ബൈ 6s പ്ലസ് 1 ഇൻറ്റു 3s പ്ലസ് 1. കാരണം 6s ഇൻറ്റു 3s എന്ന് പറഞ്ഞാൽ 18s സ്ക്വയർ പ്ലസ് 6s പ്ലസ് 3s 9s പ്ലസ് 1. ഇത്തരത്തിലാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനും കിട്ടുക. അതായത് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഫോമിലേക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം കോൺസ്റ്റന്റ് അനലൈസ് ചെയ്യണം. നമ്മൾ ടൈം കോൺസ്റ്റന്റ് ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് എസ് T1 ഇൻറ്റു 1 പ്ലസ് എസ് T2 ശരിയല്ലേ. അതായത് ഈ T1ഉം T2 ആണ് നിങ്ങളുടെ ടൈം കോൺസ്റ്റന്റ്. അതുപോലെ തന്നെ 1 പ്ലസ് എസ് ടി എന്നല്ല ഉള്ളത്. ഇതുമാണ് നിങ്ങളുടെ ടൈം കോൺസ്റ്റന്റ്. ക്ലിയർ? അതുപോലെ നമ്മുടെ ടൈം കോൺസ്റ്റന്റ്. അതുകൊണ്ട് അത് ക്ലിയർ ആയി കിട്ടാനാണ് നമ്മൾ ഈ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ആൻസർ വിൽ ബി 3s-ഉം 6s-ഉം. ഓക്കെ, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ക്ലിയർ ആയല്ലോ? സോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഇത് പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇഫ് യു ആർ ഡ്രോൺ യുവർ റെസ്പോൺസ് വീസസ് ടൈം. നിങ്ങളൊരു റെസ്പോൺസും ടൈമും ഉള്ള ഗ്രാഫ് വരച്ചു. ഓക്കെ, എന്നിട്ട് യു ആർ ഡ്രോയിങ് ലൈക്ക് ദിസ്. ഇത്തരത്തിൽ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് യു ആർ മാർക്ക് സം പോയിന്റ്സ്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാത്ത പോയിൻ്റാണ്. 0.75, 0.5, 0.250. ഓക്കെ, ഇവിടെ 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് യൂണിറ്റ് റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഓക്കെ, ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ യൂണിറ്റ് റെസ്പോൺസ് തന്നിട്ടുണ്ട് വിത്ത് OLTF, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ
വിത്ത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ഇതാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പം ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. അപ്പോൾ യൂണിറ്റ് റെസ്പോൺസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കെൻ്റെ വാല്യൂ, ഈ പറഞ്ഞ കെൻ്റെ വാല്യൂ ഓപ്ഷനുകൾ തരും. ഓക്കെ, ഇതൊരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയാണ്, ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നാൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കാണുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് എറർ കാണുക. സ്റ്റഡി സ്റ്റേറ്റ് എററിൻ്റെ ഫോമിൽ എന്താണ്? ഇ ഓഫ് എസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഗ്രാഫ് ഇത്തരത്തിലാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങളെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താ വരിക? അതായത് ഇവിടെ നമ്മൾ ടോപ്പ് വാല്യൂ എന്താണ്? 1 ആണ് അല്ല, അതിൻ്റെ അകത്ത് നിന്ന് എത്ര ഷിഫ്റ്റ് ചെയ്യും, നിങ്ങളെ ഫൈനൽ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ ആണ് നിങ്ങളെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. അപ്പോൾ ഫൈനൽ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, എവിടെ നിന്ന്? നിങ്ങളെ മാക്സിമം വാല്യൂന്ന് എത്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫൈനൽ വാല്യൂവിൻ്റെ ആ എററിനെയാണ് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എറർ. ഓക്കെ, അപ്പോൾ 1 മൈനസ് 0.75, സോ 0.25. ഓക്കെ, ഈ എററാണ് നമ്മൾ എത്ര 0.25 എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, പിന്നെ യൂണിറ്റ് സ്റ്റെപ്പാന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ആർ ഓഫ് എസ് എത്രയാണ്? 1/s. യൂണിറ്റ് ഫീഡ്ബാക്ക് ആണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എച്ച് ഓഫ് എസ് എത്രയാണ്? 1 ആണ്. ക്ലിയർ? സ്റ്റഡി സ്റ്റേറ്റ് എററിൻ്റെ ഫോമിൽ എന്താ? ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ഇ ഓഫ് എസ്. ശരിയാണല്ലോ? അപ്പോൾ ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/s ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ കെ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസ് അല്ല, എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് യൂണിറ്റ്. അപ്പോൾ 1. അപ്പോൾ ഈ എസ് എസും കട്ടായിപ്പോയി. യു വിൽ ബി ഗെറ്റിംഗ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ശരിയാണല്ലോ? എസിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 അപ്ലൈ ചെയ്യുക, ഇവിടെ 0 അപ്ലൈ ചെയ്യുക. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ബൈ 2. അത് എത്രയാണ് തന്നിട്ടുണ്ട്? അത് എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 0.25. ശരിയല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് കെ എത്ര കിട്ടുക? 2 അല്ലേ? അപ്പം 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് കെ ഈക്വൽ ടു 0.25. 1/4 എടുക്കാം. അപ്പോൾ ഇത് 8. അപ്പോൾ 8 ഈക്വൽ ടു 2 പ്ലസ് 2k അല്ലേ? 8 ഈക്വൽ ടു 2 പ്ലസ് 2k ആണ് വരിക. നമുക്ക് ആൻസർ എത്ര വരിക ഇവിടെ? ഓപ്ഷൻ പുട്ട് ചെയ്ത് നോക്കാം. 6 പുട്ട് ചെയ്ത് നോക്കട്ടെ. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 6/2 1/3 1/4 0.25 6 വരിക. 6. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേഷൻ പ്രശ്നം നിങ്ങൾ വേഗം എടുത്ത് ഓപ്ഷൻ പുട്ട് ചെയ്ത് നോക്കാം കേട്ടോ. റാൻഡം ആയിട്ട് ഇപ്പോൾ 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/4/2 4/2 എന്ന് വെച്ചാൽ 1 + 2 1/3 അതല്ല. അപ്പോൾ 1/3 അല്ല, 1/3 എന്ന് വെച്ചാൽ ഹയസ്റ്റ് വാല്യൂ അതുമല്ല. അപ്പോൾ എന്തായാലും ഈ വാല്യൂ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ടും കൂടുതലുള്ള വാല്യൂ വരുള്ളൂ, അതുകൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നാൽ ആകെ ആ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. നമ്മൾ ഫൈനൽ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്, എത്രയിൽ നിന്ന് 100% നിന്ന് ഫൈനൽ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആ ചെറിയ എറർ. അതുകൊണ്ടാണ് നമ്മൾ ടോളറൻസ് ബാൻഡൊക്കെ 2% 5% എന്നൊക്കെ എടുക്കുന്നത്. മനസ്സിലായില്ല? അതായത് 100%-ൽ നിന്ന് 98% യൂസ് ചെയ്ത് ബാക്കിയുള്ള എററാണ് 2%. അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെയും. ഓക്കെ, which of the following systems has the maximum peak overshoot due to unit step input? തന്നിരിക്കുന്നതിൽ മാക്സിമം പീക്ക് ഓവർഷൂട്ട് ഏതിലാണെന്നാണ് കാണേണ്ടത്. ഓക്കെ, മാക്സിമം പീക്ക് ഓവർഷൂട്ട് തന്നിരിക്കുന്ന സിസ്റ്റങ്ങളിൽ നിന്ന് ഏതിലാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ സിസ്റ്റംസ്. s² + 5s + 100 then 100 divided by s² + 20s + 100. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒമേഗ n എല്ലാത്തിലും സെയിം ആണ്. ωn² എല്ലാത്തിലും 100 ആണ്. അപ്പോൾ ωn
സ്ക്വയർ 100 ആണ്, ഒമേഗ എൻ എത്രയാണ് 10 ആണ്. അപ്പം പീക്ക് ഓവർഷൂട്ടാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, പീക്ക് ഓവർഷൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പീക്ക് ഓവർഷൂട്ടും നമ്മുടെ ഇവിടെ മാറുന്ന വാല്യൂ ഏതാ, ഈ 10, 15, 5, 20 ഒക്കെ മാറുന്നത്. ആക്ച്വലി ഇതാരാ, ഇത് 2 ഡോ ഒമേഗ എൻ ആണ് ഈ പറയുന്ന 10, അതുപോലെ 2 ഡോ ഒമേഗ എൻ ഈ പറയുന്ന 15, 2 ഡോ ഒമേഗ എൻ ആണ് ഈ പറഞ്ഞ 5, 2 ഡോ ഒമേഗ എൻ ആണ് ഈ പറയുന്ന 20. ശരിയല്ലേ അല്ലേ? അപ്പം ഇതിൽ നമുക്കാകെ അനലൈസ് ചെയ്യാനുള്ളത് എന്താണ്, ഇതിലെല്ലാത്തിലും ഈ ബൈട്ടും വരുന്നുണ്ട്, ഒമേഗ എന്നും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കാകെ അനലൈസ് ചെയ്യാനുള്ള കാര്യം ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നത്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഡോവിൻ്റെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പീക്ക് ഓവർഷൂട്ടും ഡോവും തമ്മിലുള്ള റിലേഷൻ അറിയുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഒരു പീക്ക് ഓവർഷൂട്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡോ. ഓക്കെ, മാക്സിമം പീക്ക് ഓവർഷൂട്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡാമ്പിംഗ് റേഷ്യോ. അപ്പോൾ ഡാമ്പിംഗ് റേഷ്യോ കുറവുള്ള സാധനത്തിന് പീക്ക് ഓവർഷൂട്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ചോദിച്ചിരിക്കുന്ന മാക്സിമം പീക്ക് ഓവർഷൂട്ടാണ്. അപ്പോൾ ഡാമ്പിംഗ് റേഷ്യോ കുറഞ്ഞ വാല്യൂ എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പീക്ക് ഓവർഷൂട്ട് മാക്സിമം ഉള്ളത് കിട്ടും. ഇവിടെ ഡാമ്പിംഗ് റേഷ്യോ കുറവേതാ 5 അല്ലേ, 5 വരുന്ന ഓപ്ഷൻ ഏതാ, സി. അപ്പം ഡോ കുറഞ്ഞ വാല്യൂവിനായിരിക്കും കൂടുതൽ പീക്ക് ഓവർഷൂട്ട് ഉണ്ടാവുക. സോ ഓപ്ഷൻ വിൽ ബി സി. ക്ലിയർ? അത്തരത്തിൽ നമുക്കതിനെ ചെയ്യാൻ പറ്റണം. അല്ലാതെ നമ്മൾ എല്ലാത്തിൻ്റെ അടുത്ത് പീക്ക് ഓവർഷൂട്ട് നിങ്ങൾ ഇത് കാണാൻ പോവാണ്, e⁻ ഡോ സ്ക്വയർ ഇങ്ങനെ എല്ലാത്തിലിരുന്ന് കാണാൻ പോവാണോ? അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പീക്ക് ഓവർഷൂട്ടും ഡോവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കൺസെപ്റ്റ് ഓർത്താൽ മതി. അതൊക്കെ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാനുള്ള വഴി. ഓക്കെ അല്ലേ? സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റം ഹാസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഞാൻ ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് ഡിസ്കഷൻ തരാം. അതായത് ഇഫ് എ പ്രോബ്ലം, ഇതൊരു പ്രിയർ ബേസ് പ്രോബ്ലമാണ്, ഗേറ്റ് പ്രോബ്ലമാണ്. ഈ അടുത്ത് ചോദിച്ചാണ്. നമ്മളൊരു യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ അപ്ലൈ ആണ്. പിന്നെ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. ഓക്കെ, നമ്മളൊരു യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് അപ്ലൈ ആണ് ടു എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ഇൻപുട്ട് ഒരു പ്രോബ്ലം സ്റ്റഡി സ്റ്റേറ്റ് ആണ്, ഇത് വെറൈറ്റി പ്രോബ്ലമാണ്, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്തു. ഇതിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് C(r(s) ഈക്വൽ ടു KS പ്ലസ് ബി ഡിവൈഡഡ് ബൈ S² പ്ലസ് AS പ്ലസ് ബി. ഇവിടെ തന്നിട്ടുണ്ട് A>0, B>0, K>0, എല്ലാം ഗ്രേറ്റർ ദാൻ ആണ്. അപ്പം എന്താണ് കാണേണ്ടത്, സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ് കാണേണ്ടത്. സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓപ്ഷൻ തന്നിട്ടുണ്ട് 0, A/B, then A plus K/B, then A minus K/B. ക്ലിയർ? സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CLTF തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ കാണുമ്പോൾ ഇറ്റ് വിൽ ബി ബെറ്റർ, അല്ലെങ്കിൽ നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് എററിൻ്റെ ഒരു ഇത് പഠിച്ചിട്ടില്ല. അതായത് നമുക്ക് ടൈപ്പ് കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ KP ആണോ, ഓർക്കുന്നുണ്ടോ, KP ആണോ, KV ആണോ, KA ആണോ കണ്ടുപിടിക്കാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് കാണണം, എല്ലാ ഇതിൻ്റെയും ടൈപ്പ് കാണണം. ടൈപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, OLTF മാറ്റണം. അല്ല, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിലല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇതിപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിലാണ് ഉള്ളത്, അത് ആദ്യം മാറ്റി ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ G കൊണ്ടുവരണം. ക്ലിയർ? അപ്പം ഓപ്പൺ ലൂപ്പ് ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എങ്ങനെ മാറ്റുക, CLTF ഡിവൈഡഡ് ബൈ CLTF മൈനസ് OLTF. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാരണം എന്തുകൊണ്ടാണ് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് അല്ലേ. ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ ആരാ, KS പ്ലസ് B ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ S² പ്ലസ് AS പ്ലസ് B മൈനസ് KS മൈനസ് B. So equation will be KS plus B divided by
എസ് സ്ക്വയർ പ്ലസ് എ എസ് മൈനസ് ബി കട്ടായി യു വിൽ ബി ഗെറ്റിംഗ് മൈനസ് കെ എസ് അല്ലേ, എ എസ് മൈനസ് കെ എസ്. ക്ലിയർ? ഇതൊന്നും കൂടി നമ്മൾ മാറ്റി എഴുതുമ്പോൾ കെ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് എ മൈനസ് കെ. ഓക്കെ, കാരണം ഇത് എന്തിനാക്കുന്നത്, നമുക്ക് ടൈപ്പ് കാണാം, നമ്മൾ ടൈപ്പ് കാണാൻ വേണ്ടിയാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷനിലാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ടൈപ്പ് കിട്ടും. ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനൽ എസിൻ്റെ പവറാണ് ടൈപ്പ്. ഇവിടെ ഒറിജിനൽ എസിൻ്റെ പവർ എത്രയാ, 1 അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിസ്റ്റം എങ്ങനത്തെയാണ്, ഒരു ടൈപ്പ് 1 സിസ്റ്റമാണ്. എന്താണ് ഒരു ടൈപ്പ് 1 സിസ്റ്റം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ടൈപ്പ് 1 സിസ്റ്റത്തിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് എറർ ഒരു ടൈപ്പ് 0-ൽ അപ്പോൾ ടൈപ്പ് സ്റ്റഡി സ്റ്റേറ്റ് എറർ അറിയണം. അവിടെ കൊടുക്കുന്ന ഇൻപുട്ട് അറിയണം. ഏത് ഇൻപുട്ടാണ്, യൂണിറ്റ് റാമ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് നമ്മളൊരു ടേബിൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ, യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ത് കിട്ടും, ടൈപ്പ് 0-ൽ നമുക്ക് എന്ത് കിട്ടും, 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ പി. ശരിയല്ലേ? ഇനി ബാക്കിയെല്ലാം എന്താവും, ഇൻഫിനിറ്റി ആവും. ഇനി യൂണിറ്റ് നിങ്ങൾ റാമ്പാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് 1 2 ആണെന്നായിരിക്കും. അപ്പോൾ യൂണിറ്റ് റാമ്പാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഇവിടെ 0 കിട്ടും, 1/kv ഇൻഫിനിറ്റി. ഇനി യൂണിറ്റ് പാരാബോളിക് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 0 0 1/ka. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1-ൽ റാമ്പ് ഇൻപുട്ടിൽ ഫൈനൈറ്റ് വാല്യൂ ഉണ്ട്, അതാണ് 1/kv. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ റാമ്പ് ഇൻപുട്ടാണ്, അറ്റ് ദ സെയിം ടൈം ടൈപ്പ് 1 ആണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് എന്താണ്, യു വിൽ ബി ഗെറ്റിംഗ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആസ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആസ് 1 ഡിവൈഡഡ് ബൈ kv. അപ്പോൾ ആദ്യം kv എന്താണെന്ന് അറിയണം. kv ഈസ് ലിമിറ്റ് s ടെൻസ് ടു 0 s ഇൻറ്റു ജി ഓഫ് എസ്. ശരിയല്ലേ? s ഇൻറ്റു ജി ഓഫ് എസ്. സോ ലിമിറ്റ് s ടെൻസ് ടു 0 s ഇൻറ്റു ജി ഓഫ് എസ് എത്രയാണ്, കെ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് എ മൈനസ് കെ. ഇത് രണ്ടും കട്ടായി പോവും. നിങ്ങളിവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഈ ടേം പോവും. ലാസ്റ്റ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് കെ എന്ന് കെ വി വരും അല്ലേ. സ്റ്റഡി സ്റ്റേറ്റ് എറർ എങ്ങനെ വരും, 1 ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ എ മൈനസ് കെ. സോ ഇറ്റ് വിൽ ബി എ മൈനസ് കെ ഡിവൈഡഡ് ബൈ ബി. ക്ലിയർ? അപ്പോൾ ഉത്തരം ഏതാ വരിക, എ മൈനസ് കെ ഡിവൈഡഡ് ബൈ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ആ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്ക് ആ കൺസെപ്റ്റ്സിൽ വളരെ സ്ട്രോങ് ആണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A system has the following transfer function. G of s equal to 1 divided by s square plus 0.1 s plus 1. Step input apply ചെയ്യുന്നു. Settling time within 5% tolerance band. Okay, so 5% ടോളറൻസ് ബാൻഡ് ആണെങ്കിൽ നമ്മളെങ്ങനെ സെറ്റിലിംഗ് ടൈം കാണണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സെറ്റിലിംഗ് ടൈം കാണാൻ നമുക്ക് ഈസിലി നമുക്കത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് സെറ്റിലിംഗ് ടൈം 5% ടോളറൻസിൻ്റെ ഫോർമുല ആദ്യം ഓർത്ത് വയ്ക്കുക. എത്രയാണ്, 3t ആണ്. ശരിയല്ല? അതായത് 3 ഡിവൈഡഡ് ബൈ ഡോ ഒമേഗ എൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ കേസിൽ നിന്ന് ഒമേഗനെ നമുക്ക് 1 കിട്ടും. കാരണം ഒമേഗ എൻ സ്ക്വയർ 1 ആണ്. 2 ഡോ ഒമേഗ എൻ 0.1. അപ്പം ഡോ എത്ര കിട്ടും, 0.1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 0.1/2. 0.1/2 എന്ന് പറഞ്ഞാൽ 0.05 അല്ലേ. അപ്പോൾ യു ക്യാൻ അപ്ലൈ 3 ഡിവൈഡഡ് ബൈ ഡോ എന്ന് പറഞ്ഞാൽ 0.05 ഒമേഗ എൻ 1. സോ 3 ഡിവൈഡഡ് ബൈ 0.05. 3 ഡിവൈഡഡ് ബൈ 0.05 എന്ന് പറഞ്ഞാൽ നമുക്ക് 5/100 എന്ന് എഴുതാം അല്ലേ.
അപ്പോൾ 1/20 60 ആണ് കിട്ടുക. നോക്കാം ഓപ്ഷനിലുണ്ടോയെന്ന്. യെസ്, 60 സെക്കൻഡ് വിൽ ബി യുവർ ആൻസർ. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് ആൻസറിലേക്ക് പോവാം? 60 സെക്കൻഡ്സ് എന്ന ആൻസറിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോബ്ലമൊക്കെ എളുപ്പം തന്നെ ആയിരിക്കും. നമ്മൾ ആ കൺസെപ്റ്റിൽ നമ്മളിത് കറക്റ്റാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലത്തെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The overall transfer function of a second order control system is given by C of s by R of s equal to 2 divided by s square plus 3s plus 2. Time response when subjected to a unit step response. Okay, unit step response കൊടുക്കുമ്പോൾ ടൈം റെസ്പോൺസ്, അതായത് സി ഓഫ് ടി ആണ് അവർ കാണാൻ പറഞ്ഞത്. ടൈം റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സി ഓഫ് ടി ആണ് അവർ കാണാൻ പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻ എഴുതില്ല, നമുക്കത് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ക്വാണ്ടിറ്റികൾ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് സി ഓഫ് എസ് ആർ ഓഫ് എസ് അറിയാം, യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് കൊടുക്കുന്നത് അറിയാം. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ഓഫ് എസ് എത്രയാണ്? 1/s. ശരിയല്ലേ? ആർ ഓഫ് എസ് എത്രയാണ്? 1/s. അപ്പം സി ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു 2 divided by s square plus 3s plus 2 into r of s. r of s എത്രയാണ്? 1/s. ഓക്കെ, ദെൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിലേക്ക് ഇക്വേഷൻ 2 divided by s into s square plus 3s plus 2. s divided by s square plus 3s plus 2. അഗെയിൻ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പാർഷ്യൽ ഫ്രാക്ഷൻ കറക്റ്റായിട്ട് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെയാണ് വരേണ്ടത്? 2 divided by s into s plus 2 into s plus 1. ശരിയല്ലേ? 2 divided by s plus 1 into s plus 1. അപ്പോൾ നമ്മളിത് പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വിൽ ബി 2 divided by s into s plus 1 into s plus 2 equal to a divided by s plus b divided by s plus 1 plus c divided by s plus 2. അപ്പോൾ ആദ്യം എ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു എസ് അറ്റ് എസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷനിൽ എസ് പുട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടേം നമുക്ക് കട്ടായി പോകും അല്ലേ? ഇൻറ്റു എസ് അറ്റ് എസ് ഈക്വൽ ടു 0 എന്നല്ല, അപ്പോൾ എസും കട്ടായി പോകും. സോ ഇക്വേഷൻ വിൽ ബി 2 divided by 2. യുവർ ആൻസർ വിൽ ബി 1. ഇതിനടുത്ത ബി എന്ന് പറയുന്നത് എന്താ? ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 വിത്ത് എസ് ഈക്വൽ ടു -1. അപ്പോൾ ഈ ടേം കട്ടായി പോകും. അപ്പോൾ ആൻസർ എന്ത്? 2 divided by -1 into 1. സോ ഇക്വേഷൻ -2. c equal to t of s into s plus 2 with s equal to -2. So equation will be 2 divided by -2 into -1. So your result will be again 1. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് a divided by s. a by s എന്ന് പറയുമ്പോൾ 1/s പ്ലസ് b എന്ന് പറയുന്നത് -2/s പ്ലസ് 1 പ്ലസ് സി എന്ന് പറയുന്നത് 1/s പ്ലസ് 2. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സി ഓഫ് എസ്. നമുക്ക് എന്താ കാണേണ്ടത്? സി ഓഫ് ടി ആണ്. ദിസ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് എസ്. സോ യു വിൽ ബി ഗെറ്റിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s പ്ലസ് -2/s പ്ലസ് 1 പ്ലസ് 1/s പ്ലസ് 2. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ടി, സോറി 1 ടി അല്ല, ടി 1/s സ്ക്വയർ ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈസ് 1/s. അപ്പോൾ 1 -2 ഇൻറ്റു 1/s പ്ലസ് 1 എന്ന് പറഞ്ഞാൽ e raised to -t
പ്ലസ് ഇ റേസ് ടു മൈനസ് ടി 2t. ഇതാണ് നിങ്ങളുടെ ഉത്തരമായിട്ട് വരിക. സോ 1 മൈനസ് 2 ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് 2t ആണ് നിങ്ങളുടെ ആൻസർ. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്തരത്തിലാണ് നമ്മൾ ആ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. ആ തരത്തിൽ നമ്മൾ പ്രോബ്ലത്തെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. The unit impulse response of a system is given as C of t is equal to, okay, ആ C of t ക്ക് മുന്നേ ഈ ഒരു പ്രോബ്ലം ചെയ്യാം. The impulse response of a linear system is e raised to minus t with t greater than 0. The corresponding transfer function is, നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, എസ് ഇൻറ്റു എസ് പ്ലസ് 1. ഇത് വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാവുന്നതാണ്. കാരണം അതിൽ ചോദിച്ചിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് ടി ആണ് നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ your equation will be Laplace transform of e raised to minus t. Laplace transform of e raised to minus t, it will be 1 divided by s plus 1. So the answer will be 1 divided by s plus 1. 1 divided by s plus 1 ആയിരിക്കും നിങ്ങളുടെ ഉത്തരമായിട്ട് വരിക. സാധാരണ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് വരുമ്പോൾ എപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും കൂടി നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കുക. സോ അത്തരത്തിൽ നമുക്ക് ഈ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇനി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ പ്രോബ്ലംസൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.